പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആദിവെള്ളിയാഴ്ച ദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഏറ്റവും ആത്മാർത്ഥമായിട്ട് നേരുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രിയ സഹോദരങ്ങൾ, ഇന്ന് ആദിവെള്ളിയാഴ്ച ബലിയർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ആയിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ തിരുവചനം. അവിടെ ശ്ലീഹ പറയുകയാണ്, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല എന്ന് പറയുകയാണ്. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ഇത് നമ്മുടെ പൂർവികർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവർ നോമ്പ് കാലത്ത് വാർഷിക ധ്യാനം 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം, കൺവെൻഷൻ ആണെങ്കിൽ ഇപ്പോൾ ഏങ്ങണ്ടിയൂർ ഇടവയിൽ കൺവെൻഷനാണ് വരുന്ന 11 തുടങ്ങി 15 വരെ, അത് 5 ദിവസം. അതായത് സുവിശേഷം അത് വിശ്വസിക്കുന്നവർക്ക് രക്ഷയിലേക്ക് നയിക്കുന്ന ശക്തിയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തി, ഈ സുവിശേഷത്തിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ വേണ്ട ഒരു കൃപയ്ക്ക് വേണ്ടി ഈ ആദ്യ വെള്ളിയാഴ്ച ദിനത്തിൽ എന്ന് ഒരു കുരിശിൻ്റെ വഴിയൊക്കെ, എന്തായാലും പള്ളികളൊക്കെ കുരിശിൻ്റെ വഴിയൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുക. കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, സുവിശേഷം എൻ്റെ കുടുംബത്തെ, എൻ്റെ വ്യക്തി ജീവിതത്തെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ വചന ശുശ്രൂഷകരായിട്ടുള്ള, പ്രത്യേകിച്ച് വചനത്തിൻ്റെ മുന്നണി പോരാളികളായിട്ടുള്ള വൈദികർ, സമർപ്പിതർ, ആത്മായ ശുശ്രൂഷകർക്ക് വേണ്ടിയൊക്കെ നമുക്ക് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം കേട്ടോ. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.